മോൻ എന്ത് പഠിക്കുന്നോ? ജോലിയോ? ലോജിസ്റ്റിക് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കണേ. ഈ ഇടവകയാണോ? ഇടവകയാണല്ലേ. ഓക്കെ. മോൻ്റെ ഏത് കാൽമുട്ടാ തിന്നുന്നത്? വലത്തെ കാൽമുട്ട്. നീക്കാപ്പോലും ഇട്ടിട്ടുണ്ടോ? ഇല്ല. അതെങ്ങനെയാ തിന്നാൻ തുടങ്ങിയത്? ഫുട്ബോൾ കളിച്ചപ്പോൾ തന്നെയാണ്. ഫുട്ബോൾ കളിച്ചപ്പോൾ തെന്നിപ്പോയതാണ്. ആണ്. എത്ര നാളായി? കുറേ നാളായി. ഇപ്പം ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് കാൽമുട്ട് തെന്നിപ്പോവും. ഫുട്ബോൾ കളിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഹല്ലേലൂയ. നിനക്ക് വിശ്വാസമുണ്ടല്ലേ? ഉണ്ട്, വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവന് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തുവാലയാണിത്. ഈ തുവാല മോനെ പിടിച്ച് ആ കാൽമുട്ട വെച്ച്, വലത്തെ കാൽമുട്ടയിൽ അല്പസമയം വെച്ചോണ്ട് നിന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. നീ ഇവിടുന്ന് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങി പോകത്തുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനങ്ങൾ. പൗലോസ് അപ്പസ്തോലന്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്ന് അവരെ സ്പർശിച്ചു. പിശാച് ബാധിരുന്ന പിശാചുകൾ വിട്ടുമാറി രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. പൗലോസ് അപ്പസ്തോലന്റെ തൂവാല സ്പർശിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പൗലോസ് അപ്പസ്തോലന്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ്, പത്രോസിന്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് അത്ഭുതം നടക്കും. പൗലോസ് അപ്പസ്തോലന്റെ തൂവാല വെച്ചപ്പോൾ അത്ഭുതം നടന്ന പോലെ ഈ മകൻ്റെ കാൽമുട്ട് ഇവിടുന്ന് സൗഖ്യം പ്രാപിച്ച് മാത്രമേ ഇറങ്ങിപ്പോകത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസിന്റെ ഉള്ളിൽ വസിച്ച അതേ ആത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അത്തുവരങ്ങ് മോനെ, മോനെ, യേശുവിൻ്റെ നാമത്തിൽ ഈ മുട്ടിന് ഒരു പോകത്തില്ല. കാല് വലിച്ചു കുടഞ്ഞു, ധൈര്യമായിട്ട് കുടഞ്ഞു. അങ്ങോട്ട് കാണിക്കുക, തൊഴിച്ച് കാണിക്കുക, ജനത്തെ തൊഴിച്ച് കാണിക്കുക. അഞ്ഞു തൊഴിച്ചോ ശക്തമായിട്ട്. ആ, ഇനി കാൽമുട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കേ. ധൈര്യത്തോടെ ചെയ്തോ, ധൈര്യത്തോടെ. ആ, ഇനി കാൽമുട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് തെറ്റിക്കാൻ നോക്കൂ. തെന്നത്തില്ല. അങ്ങോട്ട് തെറ്റിക്കാൻ നോക്കൂ. ആ, ധൈര്യമായിട്ട് നോക്കൂ. തൊഴിച്ച് മടക്കി തൊഴിച്ച്. ആ, ഇനി ഇങ്ങനെ വട്ടം കറക്കിക്കേ, രണ്ട് സൈഡിലേക്ക്, രണ്ട് കാലും വട്ടം കറക്കിക്കേ. മതിയോ? മതി. ആരാ സൗഖ്യം നൽകിയത്? യേശു.